ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പാർട്ടി വ്ളോഗായിട്ടാണ്. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഞാനിവിടെ 2 ഐറ്റംസിൻ്റെയാണ് കാണിക്കുന്നത്. ഒരു സ്റ്റാർട്ടറും പിന്നെ ഒരു കറിയും. പിന്നെ ഒരു പുഡിംഗ് ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വരുന്നവർക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ ലോളിപ്പോപ്പാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ജിഞ്ചർ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല കേട്ടോ, പക്ഷേ ഒരു നല്ല ഫ്ലേവറാണ് അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് ഡാർക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വൂസ്റ്റർഷെയർ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സോയാ സോസ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ മുന്നേ ചേർത്ത് കൊടുത്ത് അത് വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി തന്നെ നമുക്ക് മിക്സായി കിട്ടും. ഞാൻ ചിക്കൻ ലോളിപ്പോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചിക്കൻ ലോളിപ്പോപ്പിൻ്റെ അതേ ഇതിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് ഇതുപോലെ ആക്കിയതല്ല, ഇതുപോലെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ 25 എണ്ണമായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞാൻ വാങ്ങിയത്. ചിലതിൻ്റെ സ്റ്റിക്ക് പൊട്ടിപ്പോയിന്, മറ്റേ ബോണ് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. പക്ഷേ ഒരു 1, 2, 3 അങ്ങനെയായിട്ട് പൊട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോർത്തി വെച്ചതാണ്. അതിലേക്ക് ഞാൻ ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കൈ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് കുഴച്ച് നല്ല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയ മസാല പോരാന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഒത്തിരിയാണ് ചിക്കൻ എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് മസാല കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല, 3-4 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചാൽ മതി. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് മസാല ചിക്കന് നന്നായിട്ട് പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കറി ഉണ്ടാക്കാം. ഞാനിവിടെ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ബീഫ് സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. മട്ടനും ഇതുപോലെ തന്നെ ചെയ്യാം, രണ്ടും ഒരേ ടേസ്റ്റാണ്. മട്ടനായാലും ബീഫായാലും ഒരേ ടേസ്റ്റാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് വെക്കുന്നത്. പാർട്ടിക്കായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഒരു 5-6 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ആ ഓയിലിൽ, ആ വെളിച്ചെണ്ണയിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂക്കണം. ബേണായി പോകരുത്, നന്നായിട്ട് മൂക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ലാണ് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് ഒരു കറക്റ്റ് പാകത്തിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതാണ് സ്റ്റൂവിൻ്റെ ഒരു പ്രത്യേകത. ഈ സ്റ്റൂവിൻ്റെ കേട്ടോ, ആ ഒരു കറിൻ്റെ പിന്നെ ആ ഒരു സ്മെല്ല് വരുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം മൂപ്പിക്കുന്നതിലാണ്. അതിലേക്കൊരു 5 ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. നമ്മളിതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല, സ്റ്റൂ ആയതുകൊണ്ട് തന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊത്തി വെക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടും. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതും കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. ആ ഉള്ളിക്ക് തന്നെ ഒന്ന്
പിന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കിലോ ബീഫ് കുരുമുളകും പിന്നെ ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മസാല ഉള്ളിയിലേക്ക് നേരിട്ട് തന്നെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി നടക്കും. ആദ്യമേ ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചാൽ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നീരോടെ കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി ഏകദേശം ഒരു 90% മാത്രമേ വെന്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇതിൽ കിടന്നിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് വേണം വേവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ലാസ്റ്റ് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം കുരുമുളക് നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോ കേട്ടോ. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും എല്ലാം പാലൊക്കെ പിടിച്ച് ഇറച്ചി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് വെന്തിട്ടുണ്ടാവും. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് ഇട്ടത്, വലിയ 2 ഉരുളക്കിഴങ്ങാണ് ഇട്ടത്. അപ്പോൾ അതിലൊരു ഉരുളക്കിഴങ്ങിൻ്റെ പാകത്തിന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. മുഴുവനായിട്ടും എടുത്ത് മാറ്റണ്ട. കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് കറിൻ്റെ കൂടെ കടിക്കാനും വേണം. നമ്മളെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കറിക്ക് ഗ്രേവി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10-15ഓളം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് നിങ്ങൾ കറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുക ചെയ്യാം കേട്ടോ. നമ്മളെ ബീഫിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുക ചെയ്യാം. ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ കറിയിലേക്ക് സ്മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കറിയിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ എടുത്തു വെച്ച തേങ്ങയുടെ 1ാം പാലാണ്. ഈ 1ാം പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എരിവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഇട്ട് കൊടുത്തത്. സ്റ്റൂവിന് നല്ല എരിവ് വേണം, എന്നാലേ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് തിളക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഈ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസായിട്ടോ തിക്കായിട്ടോ വെക്കാം. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം വേവിച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പം റൊട്ടി ഐറ്റംസ്, അതായത് പൊറോട്ട ചപ്പാത്തിക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇതിലേക്ക് ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് 50 പീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. 25 പീസാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ ഒരു മുട്ട മതി. ആ മുട്ട ഒന്ന് നന്നായിട്ട് ഈ ചിക്കനിലേക്കൊന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുക. മുട്ട എല്ലാ ചിക്കനും നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. കോൺഫ്ലോറും ചിക്കൻ്റെ എല്ലാ ഭാഗവും കോട്ട് ചെയ്തിട്ട് ചിക്കൻ ഒരു കവറായതുപോലെ വേണം കോൺഫ്ലോർ നിൽക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതുവരെ മാത്രമേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. കാരണം ബാക്കി ഇതിനൊരു സോസ് കോട്ട് ചെയ്യുന്നുണ്ട്. ആ സോസ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതല്ല, മറന്നുപോയതാണ്. കാരണം ജോലി തിരക്കിൽ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി. കാരണം ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഇത് ഫ്രൈ ചെയ്തിട്ട് ഞാനത് തണുക്കാനായിട്ട് വെച്ചിട്ട് ബാക്കി മറ്റുള്ള ജോലിക്കൊക്കെ നിന്നു. വേറെ പുളിവാരൽ എന്നിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു, അതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നു. അപ്പം കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം ഇത് സ്റ്റാർട്ടറാണ്, ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് കൊടുക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ഇതിന് സോസ് കോട്ട് ചെയ്തിട്ട് അലൂമിനിയം ഫോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് മുകളിലെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്തത്. ആ ടൈമിൽ തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഈ പുളിവാരലൊക്കെ ഫ്രൈ ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ചിക്കൻ പകുതി മുക്കാലും കാലിയായിട്ടുണ്ടായിരുന്നു. അതിന് അലൂമിനിയം ഫോയിൽ കവർ ചെയ്യുന്നതും ഞാൻ വീഡിയോ എടുക്കാൻ പറയാൻ വിചാരിച്ചിരുന്നു, അതും ഞാൻ മറന്നുപോയി. അങ്ങനെ പകുതി മുക്കാലും അവിടെ തീർന്നിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിന് കോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സോസ് ഞാനൊന്ന് വേറെ തന്നെ ഉണ്ടാക്കിയിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ചിക്കന് അത്രയും ഞാൻ ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലെല്ലാം കൂട്ടാം കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. പക്ഷേ സ്പ്രിംഗ് ഓണിയനാണ് കുറച്ചും കൂടി ബെറ്റർ. ആ സ്പ്രിംഗ് ഓണിയനും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. കാരണം സോയാ സോസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു ടീസ്പൂണൊക്കെ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമുള്ള കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഇത് ചിക്കനിലേക്ക് നമ്മൾ തട്ടിയിട്ട് ചിക്കനിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടിങ് മതി, കൂടുതലൊന്നും അങ്ങനെ മുക്കിയെടുക്കുന്നത് പോലെ വേണ്ട. അത് നമ്മൾ ചിക്കൻ ലോളിപ്പോപ്പ് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് വരണം, ചെറുതായിട്ടൊന്നൊരു കോട്ടിങ് അത്രയേ വേണ്ടൂ. അതുകൊണ്ട് കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ട് ഒലിക്കുന്ന മാതിരിയൊന്നും ഇതിന് പിടിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട, മിക്സാക്കുകയൊന്നും ചെയ്യേണ്ട. കുറച്ചൊന്ന് ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രം, അതുകൊണ്ടാണ് കുറച്ചുണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി ഒരു 25 ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിരുന്നു, ഗസ്റ്റൊക്കെ വന്നിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒന്ന് രണ്ടാൾ പറഞ്ഞിരുന്നു ഫുൾ പാർട്ടി വ്ളോഗിൽ ഫുള്ള് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, കാരണം എല്ലാ വീഡിയോയും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ, വീഡിയോ എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് രണ്ടും ഒരുമിച്ച് പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെർവ് ചെയ്യുന്നതും ഗസ്റ്റ് വരുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇത് കണ്ടോ, ഈ ഒരു ചെറുതായിട്ടൊരു കോട്ടിങ്ങാണ് നമ്മൾ സോസ് ഉള്ളത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, കൂടുതലായിട്ട് ഒലിപ്പിക്കുന്ന മാതിരി ആകരുത്. ചെറുതായിട്ടൊരു കോട്ടിങ്, അപ്പം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസാണിത്. ബ്രൊക്കോളി ബേക്ക്ഡ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ റഷ്യൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗീ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ചിക്കൻ കറിയാണ്. ഇത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. ഇത് പുളിവാരൽ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്, കറി കൂട്ടി കഴിക്കുന്നതാണ്. പിന്നെ ബീഫ് സ്റ്റൂ നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പം. പിന്നെ ഫിഷ് മാങ്ങാക്കറിയാണ്. പിന്നെ ചിക്കൻ കഞ്ഞിയും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഞാൻ റെസിപ്പി കാണിക്കാത്ത വീഡിയോ ഞാൻ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. രാത്രിയായിരുന്നു പാർട്ടി വെച്ചിട്ടുണ്ടായത്. എല്ലാ പാർട്ടിയും രാത്രിയാണ് മിക്കവാറും വെക്കാറ്. അപ്പോൾ എൻ്റെ മോള് നാട്ടിലുള്ള സമയത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ പാർട്ടികൾ ഉണ്ടാകലുണ്ട്. അപ്പോൾ ഞാനൊരു പാർട്ടിയുടെ വ്ളോഗ് ഞാൻ മുന്നേ ഇട്ടിരുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടിയാണ്. പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ വ്ളോഗ് ഞാൻ ഇട്ടിരുന്നു.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.